ജോണിച്ചേട്ടായി നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതുവരെ അവസരം കിട്ടി. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കടുത്ത് വിളിച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ലായിരിക്കും. ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്, അതാണ് വിശ്വാസം. ഈ ജോണിച്ചാന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കിവിടെ വരവറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടകയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദുശേഷിനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അതെ, ഇത് ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിലെ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റാണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. വിദ്യചേച്ചി, ഇപ്പൊ സായിച്ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനേടാ യുവാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയിൽ? തീർച്ചയായിട്ടും. അത് ടെർബോ മാത്രമല്ല, അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാവുന്നത്. എനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിക്കുന്നു. അല്ലാതെ എനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലതിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇത് ശരിയാക്കണേ.